ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നസ് റെസിപ്പി. നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ അച്ചാർ ഇന്ന് ഉണ്ടാക്കിയെടുക്കാം. ഏത് മാങ്ങ വെച്ചിട്ടും ഉണ്ടാക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ചെനച്ച മാങ്ങയാണ്. ചെനച്ച മാങ്ങ എന്ന് പറയുമ്പോൾ പഴുക്കാറായിട്ടുള്ള മാങ്ങ, എന്നാൽ പഴുത്തിട്ടുമില്ല പച്ചയുമല്ല, ആ ഒരു പാകത്തിലുള്ള കുറച്ച് മധുരമൊക്കെ വന്നിട്ടുള്ള മാങ്ങ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കാണാൻ മറക്കരുത്. ആദ്യം തന്നെ നമുക്ക് അച്ചാർ ഉണ്ടാക്കുന്നതിന് മുന്നേ ചെയ്യേണ്ട വർക്കുകൾ ചെയ്യാം. ഞാൻ ആദ്യം തന്നെ മാങ്ങ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതേപോലെ പൂളി എടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതേപോലെ വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യാണ്. കാരണം കുറച്ച് പഴുത്ത മാങ്ങ ആയതുകൊണ്ടിട്ട് പെട്ടെന്ന് തന്നെ അലിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. സോ നമുക്ക് കുറച്ച് വലിയ പീസുകളായിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഈ മാങ്ങ കട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ. കാരണം അതിൻ്റെ തൊലിക്ക് കയ്പൊക്കെ ഉണ്ടെങ്കിൽ പതിയെ ഒന്ന് ചെത്തി കളഞ്ഞേക്കുക. പക്ഷേ ഈ മാങ്ങ കഴിച്ചു നോക്കിയപ്പോൾ നല്ല സ്വാദായിരുന്നു. എല്ലാ വട്ടവും പറയുന്ന പോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മാങ്ങ തന്നെ എടുത്തിട്ട് അച്ചാറിട്ടാലാണ് നല്ല ടേസ്റ്റ്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഈ ഒരു മാങ്ങയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. 1/2 ടേബിൾ സ്പൂണോളം ഉപ്പ്. എന്നിട്ട് ജെന്റിലായിട്ടൊന്ന് മുഴുവനായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ്. അപ്പോൾ പതിയെ ഇതേപോലെ തേച്ച് കൊടുത്താൽ മതി. ഞെക്കൊന്നും ചെയ്യരുത്, നമ്മുടെ മാങ്ങയുടെ ഷേപ്പ് പോവും. ഇങ്ങനെ ചെയ്ത് വയ്ക്കുന്നത് ഇതിലെ വെള്ളം മുഴുവൻ ഊറി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെ ചെയ്തിട്ട് ഒരു ദിവസം വയ്ക്കണം. അതായത് ഈവനിങ് ഒക്കെ ചെയ്ത് വെച്ചാൽ പിറ്റേ ദിവസം നമുക്കെടുത്ത് കുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമ്മളെല്ലാം ഇതേപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഉപ്പ് കൂടി പോവരുത്. ഈ ഒരു മാങ്ങയ്ക്ക് പാകത്തിന് മാത്രം മിക്സ് ചെയ്ത് വയ്ക്കുക. നമുക്കിത് അടച്ച് വയ്ക്കാം. ഇനി നാളെ നമുക്ക് കുക്ക് ചെയ്യാം കേട്ടോ. ഒരു ദിവസം കഴിഞ്ഞിട്ട് ഞാനിവിടെ മാങ്ങ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കുമ്പോൾ കാണാം മാങ്ങയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. കണ്ടോ? ഒരു ദിവസത്തിൽ കൂടുതൽ വയ്ക്കുകയും വേണ്ട കേട്ടോ. അപ്പോൾ മാങ്ങയുടെ ടേസ്റ്റ് മാറിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. സോ വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട്. ആ വെള്ളം കളയേണ്ട ആവശ്യമില്ല, നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് സെപ്പറേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു സ്ട്രെയിനറിലോട്ട് എടുത്ത് വച്ചിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആകെ 3 മാങ്ങ മാത്രമാണ്, കുറച്ച് അളവിലാണുള്ളത്. അതുകൊണ്ടിട്ട് തന്നെ ഒരു 8-9 വെളുത്തുള്ളിയും 3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. അച്ചാർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ലത് സ്റ്റീൽ പാത്രത്തിൽ ഉണ്ടാക്കുന്നതാണ്. സോ ഞാനിവിടെ സ്റ്റീൽ പാത്രം വെച്ചിട്ട് ഓൺ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഗ്യാസൊക്കെ ലാഭിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഇതൊന്ന് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് വെള്ളമൊക്കെ അങ്ങ് തുടച്ച് കളയുക. ഗ്യാസ് ലാഭം മാത്രമല്ല കേട്ടോ, സൈഡൊക്കെ കരിഞ്ഞു വരാതിരിക്കാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്കിതിലേക്ക് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. നല്ലെണ്ണ വിളക്കെണ്ണയായിട്ട് കിട്ടും, അതൊന്നും ചേർക്കരുത്. പ്യൂരിഫൈഡ് ആയിട്ടുള്ള കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള നല്ലെണ്ണ തന്നെ ചേർത്ത് കൊടുക്കാം. അലൂമിനിയം പാത്രത്തിലും നോൺ സ്റ്റിക്കിലും ഇരുമ്പിലും ഒക്കെ നമ്മളിത് ഉണ്ടാക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിനാഗിരി ചേർക്കുന്നത് കൊണ്ടിട്ട് കെമിക്കൽ റിയാക്ഷൻസ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ടിട്ടാണ് നമ്മളിത് സ്റ്റീൽ പാത്രത്തിൽ തന്നെ ഉണ്ടാക്കുന്നത് കേട്ടോ. നന്നായിട്ടിതൊന്ന് ചൂടായി വരണം. നല്ല പോലെ ചൂടായി വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. ചൂടായതിനു ശേഷം മാത്രം കടുക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. നന്നായിട്ടിത് പൊട്ടണം. നന്നായി പൊട്ടിയതിന് ശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ആദ്യത്തെ ഈ സ്റ്റെപ്പ് തന്നെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ കറക്റ്റ് ടൈമിങ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നന്നായിട്ട് നിന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ആ സമയത്ത് എടുത്തു വച്ചിട്ടുള്ള വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം. ഒത്തിരി ബ്രൗൺ ആവുന്നത് വരെ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യം ഇതിടുന്ന സമയത്ത് ഫ്രൈ ആകുമ്പോൾ നല്ല ബബിൾസ് വരും, നല്ല സൗണ്ടും ഉണ്ടാവും. പിന്നെ സൗണ്ടൊക്കെ കുറഞ്ഞ് വരുന്നതായിട്ട്, സൈലൻ്റ് ആയിട്ട് വരുന്നത് കാണാൻ പറ്റും. ആ സമയത്ത് വെള്ളമൊക്കെ പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. ചെറിയൊരു കളർ ചേഞ്ചും ഉണ്ടായിട്ടുണ്ട്, ബ്രൗണിഷ് ആയിട്ട്. അത്രയും മതി. കൂടുതലായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുമ്പോൾ ഒരു സ്വാദും ഇല്ല. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് പൊടികൾ ചേർക്കുകയാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ 1.5 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ്. കളർ തന്നെയാണല്ലോ ഫസ്റ്റ് ഇംപ്രഷൻ. സോ കാണുമ്പോൾ തന്നെ രസം ഉണ്ടാവണമല്ലോ. എരിവിന് വേണ്ടിയിട്ട് ഇനി 1.5 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് ഓർക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. കരിഞ്ഞു പോയാൽ പിന്നെ ഒരു സ്വാദും ഉണ്ടാവില്ല.
പിന്നെ ഇതിലേക്ക് ഒരല്പം ഉലുവ പൊടിച്ചത്, ഉലുവ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ചതാണ്, 1/4 ടേബിൾ സ്പൂൺ. ഉലുവ കൂടുതലായി പോയാലും കയ്പ്പ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഉലുവ വറുത്ത് പൊടിക്കുന്നത് ജസ്റ്റ് ഒരു ഫ്രൈ പാനിലേക്ക് ഉലുവ ഇടുക, നന്നായിട്ട് ചൂടാകുമ്പോൾ പൊടിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ കായമാണ് ഞാൻ ചേർത്ത് കൊടുത്തത്, കായപ്പൊടി വാങ്ങിയതാണ്. പിന്നെ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് മസ്റ്റാണ് കേട്ടോ. ഇത് കടുക് വറുത്ത് പൊടിച്ചതാണ്. കടുകും ഇതേപോലെ സോസ് പാനിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യുക, പൊട്ടി തുടങ്ങും. അപ്പം എണ്ണയൊന്നും ചേർക്കാതെയാണ് ഫ്രൈ ചെയ്യണേ കേട്ടോ. നല്ലൊരു സ്മെല്ലും ഒക്കെ വരും, ഫ്ലേവറും വരും. ആ സമയത്ത് എടുത്തിട്ട് നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. ഇതൊരു മസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇതാണ് നമ്മുടെ അച്ചാറിന് നല്ലൊരു സ്വാദും മണവും ഒക്കെ തരുന്നത്. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക. ചേർക്കുന്ന ചേരുവകളൊക്കെ കറക്റ്റ് മെഷർമെൻറ്റിലായിരിക്കണം. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ആദ്യമായിട്ട് ഉണ്ടാക്കിയവരൊക്കെ ആണെങ്കിൽ, കാരണം ഏതെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. അതിനുശേഷം മാത്രമാണ് ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്യുന്നത്. ഇനി ഇങ്ങനെ ചെയ്യാൻ പേടിയുണ്ട്, കരിഞ്ഞു പോവും എന്നൊക്കെ ഡൗട്ടുണ്ട് എന്നാണെങ്കിൽ പൊടിയെല്ലാം കൂടി എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. പക്ഷെ ഞാനെപ്പോഴും പ്രിഫർ ചെയ്യണത് ഇങ്ങനെയാണ്. ജസ്റ്റ് ഫ്ലെയിം ഓൺ ആക്കിയ ശേഷം കരിഞ്ഞു പോകാതിരിക്കാൻ നമ്മൾ ആദ്യം മാങ്ങ ഊറ്റി വെച്ചിരുന്നല്ലോ, അതിൽ നിന്ന് ഊറി വന്ന വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കുകയാണ്. നമുക്ക് കാണാം എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷേ ഗ്രേവി കുറവായതുകൊണ്ടിട്ട് നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർക്കണം. പക്ഷെ ഞാൻ ഇപ്പോൾ ചേർത്തത് 1/4 കപ്പോളം വിനാഗിരിയാണ്. അപ്പോൾ ഇത് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് നോക്കുക. എന്നിട്ടും ചാറ് ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ചേർക്കാം. അപ്പോൾ ഇപ്പോൾ 1/4 കപ്പ് സാധാ വൈറ്റ് വിനെഗറാണ് ചേർത്തത്. ആപ്പിൾ സൈഡർ വേണമെങ്കിൽ ചേർക്കാം, പക്ഷേ ഏറ്റവും ടേസ്റ്റ് വൈറ്റ് വിനെഗർ തന്നെയാണ്. പിന്നെ ഞാനിതിലേക്ക് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. എപ്പോഴും തിളപ്പിച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. നമുക്ക് എത്ര ഗ്രേവി ആവശ്യമുണ്ടോ അത്രയും ചേർക്കുക. നന്നായിട്ട് തിളയ്ക്കാനായിട്ട് അനുവദിക്കുക. എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് ഉപ്പ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് മാങ്ങയിൽ ഉപ്പുണ്ടല്ലേ, അതുകൊണ്ട് ഒത്തിരി അങ്ങ് ചേർക്കണ്ട കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റാണ്. പഞ്ചസാരയുടെ മധുരവും ഉപ്പും എരിവും ഒക്കെ കൂടി വരുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഇനി പഞ്ചസാര ഒട്ടും തന്നെ താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ ഒഴിവാക്കിക്കോളൂ, നല്ല ടേസ്റ്റാണ് എന്തായാലും. അപ്പോൾ ഇപ്പോൾ വീണ്ടും എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന സമയത്ത് നമുക്കിതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ മിക്സ് ആയി കഴിഞ്ഞാൽ അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. കാരണം മാങ്ങ ഇങ്ങനെ കുക്കാവേണ്ട ആവശ്യമില്ല, അപ്പോൾ ടേസ്റ്റ് മാറും. അല്ലാതെ തന്നെ മാങ്ങയിലേക്ക് നല്ല പോലെ ഇത് പിടിച്ചോളും. പ്രത്യേകിച്ചും ചെറുതായിട്ട് ചെനച്ച മാങ്ങ ആയതുകൊണ്ടിട്ട് നല്ല പെട്ടെന്ന് തന്നെ ഇതിലേക്ക് മസാലയൊക്കെ ഇറങ്ങും. അപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്, ഞാനതിപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് 1 മണിക്കൂർ ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ചൂടൊക്കെ ആറാൻ വേണ്ടിയിട്ടാണ്. ചൂടൊക്കെ ആറി കഴിഞ്ഞപ്പോഴേക്കും ഗ്രേവിയൊക്കെ നല്ല പോലെ തിക്കായിട്ട് നല്ല കളർഫുള്ളായിട്ട് അടിപൊളി അച്ചാറാണ്. ഇപ്പോൾ തന്നെ ടേസ്റ്റ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല ഫ്ലേവറാണ് ആ കടുക് വറുത്തതൊക്കെ ചേർത്തതിൻ്റെയൊക്കെ. അപ്പോൾ ഇപ്പോൾ തന്നെ അത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണേ. എന്നാലും 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇനി കാണിക്കുന്നത് പാക്കിംഗ് ആണ്. പാക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഒരു ചില്ല് പാത്രം തന്നെ എടുക്കുക. അച്ചാറിൽ പുളിയുള്ളത് കൊണ്ടിട്ട് തന്നെ പ്ലാസ്റ്റിക് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. സോ എപ്പോഴും ഒരു കുപ്പി പാത്രം നന്നായി കഴുകി തുടച്ചിട്ട് എടുത്തു വയ്ക്കുക. ടിഷ്യൂ പേപ്പർ ഒക്കെ ഇട്ട് നല്ല പോലെ തുടച്ചാണ് ഞാൻ എടുത്തേക്കുന്നത്. ഞാൻ ഒരു ചെറിയ സ്പൂണും ഇതിന് വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അതേ സ്പൂൺ വെച്ചിട്ട് ഞാനിതങ്ങ് നിറയ്ക്കുവാണ് കേട്ടോ. ഇതേപോലെ ചെരിച്ചു കൊടുത്തിട്ട് ഫുള്ളായിട്ടങ്ങ് ഫില്ല് ചെയ്യുക. നമ്മുടെ അച്ചാർ കണ്ടോ, നല്ല തിക്ക് ഗ്രേവിയും അതുപോലെ ആ പീസ് തീരുന്നതിനൊപ്പം തന്നെ ഗ്രേവിയും തീരും. സൈഡൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കാം. അതേ സ്പൂൺ ഞാൻ അതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് നല്ല ടൈറ്റായിട്ട് എടുത്ത് വയ്ക്കുവാണെങ്കിൽ ആവശ്യമുള്ളപ്പോൾ ഒക്കെ ഉപയോഗിക്കാം. ഇനി ഒത്തിരി നാളത്തേക്കാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. അല്ല പുറത്താണ് ഒത്തിരി നാളത്തേക്ക് വയ്ക്കേണ്ടത് എങ്കിൽ ഒരു കോട്ടൺ തുണി എടുക്കുക. എന്നിട്ട് ഈ നല്ലെണ്ണയിലൊന്ന് മുക്കിയിട്ട് മുകളിലൊന്ന് ഇട്ട് കൊടുത്ത് നന്നായി ടൈറ്റ് ചെയ്ത് അടച്ചു വയ്ക്കാം. പക്ഷെ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഇതേപോലെ കുറച്ച് അളവിൽ ഉണ്ടാക്കി സൂക്ഷിക്കാനാണ്. അപ്പോൾ ഈ ഒരു അളവ് തീർന്നു കഴിയുമ്പോൾ നമുക്ക് വേറൊരു അച്ചാർ ഉണ്ടാക്കാം. നാരങ്ങയോ നെല്ലിക്കയോ വെളുത്തുള്ളിയോ ഒക്കെ അച്ചാറിടാലോ. അങ്ങനെ ചെയ്താലും മതി. ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്. ഏതെങ്കിലും 2 അച്ചാർ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും, 2 തരത്തിലുള്ള അച്ചാർ. അതിനുശേഷം വീണ്ടും ഉണ്ടാക്കും. അപ്പോൾ പൂപ്പൽ വരുന്ന ഒരു കേസേ ഇല്ല. പിന്നെ നമ്മൾ ഈ ഒരു കുപ്പിയിൽ ഉപയോഗിക്കുന്ന
സ്പൂണൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒട്ടും തന്നെ വെള്ളമില്ലാതെ തന്നെ ഉപയോഗിക്കുവാണെങ്കിൽ കേട് കൂടാതെ എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റി അച്ചാറാണ്. ചോറിൻ്റെ കൂടെയും ബിരിയാണിയുടെ കൂടെയും ഒക്കെ പോകുന്ന അടിപൊളി അച്ചാറാണ്. പച്ചമാങ്ങ വെച്ചിട്ടും ഇത് തന്നെ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. വീണ്ടും കാണാം. ബൈ.